സാജിദ, വലിയ വ്യാപ്തിയുള്ള ഒരു കേസാണ്. 60-ലധികം പേർ പീഡിപ്പിക്കപ്പെട്ടു. അതും കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി പീഡനം നേരിടേണ്ടി വരുന്നു. കായിക പരിപാടികൾക്ക് പോയപ്പോൾ, പല ജില്ലകളിൽ പോയപ്പോൾ അവിടെ വെച്ചടക്കം പീഡനം നേരിടേണ്ടി വന്നു എന്നൊക്കെയാണ് ഈ കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തുടനീളം അന്വേഷണം നടത്തേണ്ട ഒരു തരത്തിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ വിപുലീകരിക്കേണ്ടി വരും. കൂടുതൽ പേരുടെ അറസ്റ്റിനിടയുണ്ടോ? നിലവിൽ ഇപ്പോൾ എത്ര പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്? ദിവ്യ, നിലവിൽ 8 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ഈ കുട്ടിയുടെ ഈ സഹ താരങ്ങളാണ്. അതായത് ഈ കായിക രംഗത്ത് വളരെ മികവ് പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിക്കൊപ്പം നേരത്തെ പരിശീലനം നടത്തിയ ആളുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളത്. ഈ ഏതാനും മാസങ്ങൾക്ക് മുൻപ് 18 വയസ്സ് തികഞ്ഞ ആളുകൾ, അതുപോലെ തന്നെ 19 വയസ്സ് തുടങ്ങിയ പ്രായത്തിലുള്ള ആളുകളാണ് കൂടുതലായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ പെൺകുട്ടി നൽകിയ മൊഴിപ്രകാരം ഈ പെൺകുട്ടിയുടെ അയൽവാസികളായ ആളുകൾ, ചില ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ കായിക സഹതാരങ്ങൾ, ഈ കായിക പരിശീലനം നൽകിയ ആളുകൾ അടക്കമുള്ള ആളുകളാണ് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത് എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം തുടരുന്നത്. ഇതിൽ 62 പേരുടെ ഒരു വിവരങ്ങളാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം ആളുകളെയും, അതായത് ഈ 60 ആളുകളെയും ഈ പെൺകുട്ടിക്ക് കൃത്യമായി അറിയാം, പേരറിയാം. ഈ പല ആളുകളുടെയും ഈ വിവരങ്ങൾ, വീട് എവിടെയാണ് എന്നതടക്കമുള്ള കുടുംബ വിവരങ്ങൾ അടക്കം അറിയാം. അതുകൊണ്ട് ഈ പോലീസിന് ഈ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് 42 പേരുടെ കോണ്ടാക്റ്റ് ലിസ്റ്റ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ആളുകളെ പോലീസ് വിളിച്ച് വരുത്തുകയും അതോടൊപ്പം തന്നെ പല ആളുകളെയും നേരിൽ പോയി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയാണ് പോലീസ് പോകുന്നത്. കാരണം ഒരു ധൃതിപ്പെട്ട് ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക എന്നതിന് പകരം ഈ പെൺകുട്ടിയെ കൂടി ഇന്ന ആളുകളാണ് പീഡിപ്പിച്ചത് എന്ന് ഈ സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തുക. അങ്ങനെയാണ് കഴിഞ്ഞ 5 അറസ്റ്റ് ഉണ്ടായത്. ഇതിൽ നേരത്തെ അറസ്റ്റിലായ ഒരു പ്രതി നിലവിൽ തന്നെ ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിയുന്ന വ്യക്തിയാണ്. ഇത് കൂടാതെ 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത എത്ര പേരെയാണ് അറസ്റ്റ് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിലാണ് അറിയാൻ കഴിയുക. ഇനി പത്തനംതിട്ട CI എത്തിയ ശേഷമായിരിക്കും ഈ പ്രതികളുടെ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ വഴിയാണ് പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മൊഴി വിശദമായി തന്നെ ഇന്ന് രേഖപ്പെടുത്താൻ ഇടയുണ്ട്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും ഒക്കെ മൊഴി എടുക്കേണ്ടി വരില്ലേ? തീർച്ചയായും ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും മൊഴി ഒരു ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഈ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികൾ തന്നെയാണോ ഈ കുട്ടിയെ ഈ ശാരീരികമായി പീഡിപ്പിച്ചത് എന്നറിയാൻ ഉള്ള ഒരു പ്രതികളെ തിരിച്ചറിയുക എന്നുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കാര്യം കൂടി പോലീസ് ചെയ്യും. ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റേത് ഉൾപ്പെടെയുള്ള മൊഴി രേഖപ്പെടുത്തണം. കാരണം ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഈ പലപ്പോഴും ഈ പ്രതികളായ ആളുകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നത്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇത് കൂടാതെ ഒരുപക്ഷെ ഈ കുട്ടിയുടെ ഈ അധ്യാപകരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ഈ കായിക പരിശീലനം നൽകിയ ആളുകൾ, അതിൽ ഈ കായിക അധ്യാപകരായ പലരും കായിക പരിശീലനം നൽകിയ ആളുകളും ഈ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട്. അത് ട്രെയിനിൽ വെച്ച് ഈ യാത്രക്കിടെ പീഡനത്തിനിരയാക്കി തിരുവനന്തപുരത്ത് പോയ സമയത്തും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി, ആ ആളുകളെ കൂടി കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ആവശ്യമായ ഈ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്, CWC നൽകുന്നുണ്ട്. ഈ CWC ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ഈ പെൺകുട്ടി 18 വയസ്സ് പൂർത്തിയായെങ്കിലും ഈ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള ഒരു പെൺകുട്ടിയെ ഏത് രീതിയിൽ പരിചരിക്കും, ആ രീതിയിൽ തന്നെ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഈ പെൺകുട്ടിക്ക് നൽകും എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ വിവരങ്ങൾ നൽകും. നന്ദുഷ, കഴിഞ്ഞ 2-3 വർഷം ആ കുട്ടി നേരിടേണ്ടി വന്ന ദുരന്തത്തെക്കുറിച്ച്, മാനസിക ശാരീരിക പീഡനത്തെക്കുറിച്ചൊക്കെയാണ് ആ കുട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യനിലയും മാനസിക നിലയും ഒക്കെ വളരെ മോശം അവസ്ഥയിലായിരിക്കാനും ഇടയുണ്ട്. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ കൗൺസിലിങ്ങും മറ്റ് ചികിത്സ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ CWCയുടെ കീഴിൽ തന്നെയാണോ നടക്കുന്നത്? അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് CWC ചെയർമാൻ പറഞ്ഞത്?
ദിവ്യ ഒരു വിവരം വെളിപ്പെടുത്താനുണ്ടെന്ന് സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ച ശേഷമാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ മാനസിക നില വളരെയധികം തകർന്ന ഒരു നിലയിലായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പൂർണ്ണമായ വിവരങ്ങൾ നൽകുകയും അത് ഈ ഇതിനെ പീഡിപ്പിച്ചവരൊക്കെ തന്നെ പുറത്തു വരണമെന്ന ഒരാഗ്രഹവും അതോടൊപ്പം ഈ പെൺകുട്ടിക്കേറ്റ മാനസിക ആഘാതത്തിന്റെ ഒരു വലിയ ഒരു ആഘാതമൊക്കെ തന്നെ കൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഈ സന്നദ്ധ പ്രവർത്തകരോട് നടത്താൻ ഇടയാക്കിയ ഒരു സാഹചര്യം. ഏതായാലും നിലവിൽ CWCയുടെ സംരക്ഷണയിലാണ് പെൺകുട്ടി ഉള്ളത്. ഈ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയാണെങ്കിൽ പോലും ഇതൊരു പോക്സോ കേസായതിനാൽ ഒരു കൗമാരക്കാരി അതല്ലെങ്കിൽ ഒരു ചെറിയ പെൺകുട്ടിയെ പരിചരിക്കുന്നത് പോലെ തന്നെയാണ് CWC ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയെ പരിചരിക്കുന്നത്. കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പെൺകുട്ടി ഉറപ്പാക്കാനായി CWC ശ്രമിക്കുമെന്നാണ് ചെയർമാൻ കുറച്ചു മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ തന്നെ 3 ദിവസത്തെ നീണ്ടുനിന്ന ഒരു കൗൺസിലിംഗ് സെഷൻ പൂർത്തിയായിട്ടുണ്ട്. പെൺകുട്ടിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനും അതോടൊപ്പം പെൺകുട്ടിയുടെ മാനസിക നില ഒരിക്കലും ഒരു ആശങ്കയിലാകാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നടപടിക്രമങ്ങളായിരിക്കും. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് കായിക താരമായ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. സന്നദ്ധ സംഘടനയ്ക്ക് വിവരങ്ങൾ നൽകുകയും അതിന് പിന്നാലെ CWC കാര്യങ്ങൾ പരിശോധിക്കുകയും ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 8 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. പലയിടങ്ങളിൽ നിന്നായി കുട്ടി പീഡനത്തിനിരയായി എന്നാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണ സംഘം വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാനത്തുടനീളം വ്യാപിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണെന്നാണ് അറിയുന്നത്. 61 പേരുടെ പേര് വിവരങ്ങളാണ് ഈ കുട്ടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നതും ഉറപ്പാണ്. സാജിദ് അജ്മലും നന്ദുഷയുമാണ് വിവരങ്ങൾ നൽകിയത്.